മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം. ഫജർ ബാങ്കിന്റെ ശബ്ദത്തിൽ ഉണരുന്ന വീട്. തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും ഇടകലർന്ന മനോഹരമായ ഗ്രാമം. ആ ഗ്രാമത്തിലെ സാധാരണ വീട്ടിലെ ഒരു കുട്ടിയായിരുന്നു റിഫ. ഉപ്പ ബഷീർ, ഉമ്മ സുബൈദ, അനിയൻ റയാൻ, അനിയത്തി റിൻഷ. പഠനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റിഫക്കാണ്. ഡിഗ്രി കഴിഞ്ഞാൽ PG ചെയ്യണം. അതിനുശേഷം ഒരു ടീച്ചറാകണം. ആദ്യ ശമ്പളം ഉമ്മക്കും ഉപ്പക്കും വേണ്ടി കൊടുക്കണം. ഉപ്പയുടെ കടങ്ങൾ എല്ലാം വീട്ടണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. പക്ഷേ ആ വീട്ടിൽ ഉപ്പയുടെ തീരുമാനത്തിന് മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ. ബഷീർ, അദ്ദേഹം പറഞ്ഞാൽ അതായിരുന്നു അവസാന വാക്ക്. ഉമ്മ ഒരിക്കലും എതിർക്കില്ല. മക്കൾ പേടിച്ചാണ് സംസാരിക്കുക. ഒരു വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ബഷീർ വീട്ടിലേക്ക് കയറി വന്നു. മുഖം പതിവിലും ഗൗരവം നിറഞ്ഞത്. സുബൈദ, എന്താ ഇക്ക, നമ്മുടെ റിഫയുടെ കല്യാണം ഉറപ്പിച്ചു. ആ വാക്ക് കേട്ടതും അടുക്കള വാതിലിന് പിന്നിൽ നിന്നിരുന്ന റിഫയുടെ കയ്യിലെ സ്റ്റീൽ ഗ്ലാസ് നിലത്ത് വീണു. വീടാകെ ആ ശബ്ദം മുഴങ്ങി. റിഫ പതിയെ പുറത്തു വന്നു. ഉപ്പ, എനിക്ക് കുറച്ചുകൂടി പഠിക്കണം. അവൾ പറഞ്ഞു തീരും മുമ്പ്, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അതുപോലെ നടക്കും. ഇനി ഇതിനെക്കുറിച്ച് ഈ വീട്ടിലൊരു സംസാരം വേണ്ട. ഉമ്മയുടെ ചുണ്ടുകൾ വിറച്ചു. ഇക്ക, കുട്ടിക്ക്. സുബൈദ, ആ ഒരൊറ്റ വിളി. ഉമ്മ തല കുനിച്ചു. റിഫയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുറിയിലേക്ക് ഓടി. വാതിൽ അടച്ചതും കട്ടിലിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടിക്കരഞ്ഞു. അതേസമയം അതേ ഗ്രാമത്തിൽ നിന്ന് കുറച്ചു കിലോമീറ്റർ അകലെ ഒരു ചെറിയ മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു നിഹാൽ. കോളേജ് കാലം മുതൽ റിഫയെ മനസ്സിൽ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരിക്കലും അവളുടെ പിന്നാലെ നടന്നിട്ടില്ല, പക്ഷെ ശല്യപ്പെടുത്തിയിട്ടും ഇല്ല. മനസ്സിൽ മാത്രം സ്നേഹിച്ചു. അവൾ ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ ദൂരെ നിന്ന് നോക്കുമായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അറിയാതെ ഒന്ന് നോക്കും, അത്രമാത്രം. ഒരു ദിവസം അവൻ്റെ സുഹൃത്ത് ഷെഫീഖ് കടയിലേക്ക് വന്നു. ഡാ, ഒരു വാർത്ത കേട്ടോ? എന്താടാ? റിഫയുടെ കല്യാണം ഉറപ്പിച്ചു. ആ വാക്ക് കേട്ട നിമിഷം നിഹാലിൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ താഴേക്ക് വീണു. അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. സത്യമാണോ? അതേടാ, അടുത്ത മാസം നിക്കാഹ്. ഷെഫീഖ് പോയ ശേഷവും നിഹാൽ അതേ കസേരയിൽ ഇരിക്കുകയായിരുന്നു. കടയിലേക്ക് വരുന്ന ആളുകളെ പോലും അവൻ ശ്രദ്ധിച്ചില്ല. മനസ്സിൽ ഒരേ ഒരു ചോദ്യം, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ. ആ രാത്രി വീട്ടിലെ മുറ്റത്ത് ഒറ്റയ്ക്കിരുന്ന് ആകാശത്തേക്ക് നോക്കുകയായിരുന്നു അവൻ. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അല്ലാ, അവൾ എൻ്റേതായില്ലെങ്കിലും അവളുടെ ജീവിതം സന്തോഷമുള്ളതാകണേ. അവൻ ആദ്യമായും അവസാനമായും റിഫയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അതേസമയം റിഫ ജനലിനരികിൽ ഇരുന്ന് കണ്ണീർ തുടക്കുകയായിരുന്നു. ഇരുവരും ഒരേ ചന്ദ്രനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അവരുടെ വിധി രണ്ടു വഴിയിലേക്കായിരുന്നു പോകുന്നത്. എന്നാൽ ദിവസങ്ങൾ വേഗം കടന്നുപോയി. പെണ്ണു കാണാൻ വരുന്ന ദിവസം എത്തി. രാവിലെ മുതൽ റിഫയുടെ വീട്ടിൽ വലിയ തിരക്കിലായിരുന്നു. വീടെല്ലാം ശരിയാക്കി. അടുക്കളയിൽ ഉമ്മയും അയൽവാസി സ്ത്രീകളും വലിയ തിരക്കിലായിരുന്നു. ചിക്കൻ കട്ട്ലേറ്റ്, ഉന്നക്കായ, ചായ, ജ്യൂസ്, വീടാകെ പലഹാരങ്ങളുടെ സുഗന്ധം നിറഞ്ഞു. പക്ഷേ ആ വീട്ടിൽ ഒരാൾക്ക് മാത്രം സന്തോഷം ഉണ്ടായിരുന്നില്ല. മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. കോളേജിലേക്ക് പുസ്തകവും എടുത്തു പോകേണ്ട സമയത്ത് ഇന്ന് സ്വന്തമായി ജീവിതം തീരുമാനിക്കാൻ പോലും കഴിയാതെ ഒരു മുറിക്കുള്ളിൽ ഇരിക്കുകയാണ് റിഫ. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അപ്പോഴാണ് ഉമ്മ മുറിയിലേക്ക് വന്നത്. മോളെ. റിഫ തല ഉയർത്തി നോക്കി. പോയി മുഖം കഴുകിക്കോ, അവരിപ്പോൾ ഇങ്ങെത്തും. ഉമ്മ, എനിക്ക് ഈ കല്യാണം വേണ്ട. ഉമ്മയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. എനിക്കും അറിയാം മോളെ, പക്ഷേ നിന്റെ ഉപ്പയോട് എതിർത്ത് പറയാൻ ധൈര്യമില്ല. അവർ റിഫയുടെ നെറ്റിയിൽ ചുംബിച്ചു. അള്ളാഹു നിനക്ക് നല്ലത് മാത്രം വരുത്തട്ടെ. ഉമ്മ അലമാരയിൽ നിന്ന് ഒരു ഇളം നീല ചുരിദാർ എടുത്തു. ഇതിട്ടോളൂ മോളെ. റിഫ പതിയെ അത് ധരിച്ചു. മുഖത്ത് യാതൊരു മേക്കപ്പും ഇല്ല. കണ്ണിൽ ചെറുതായി കാജൽ മാത്രം. തലയിൽ വെള്ള ഷാള്. ആ ലാളിത്യത്തിൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിയോടെ വീട്ടുമുറ്റത്ത് 2 കാറുകൾ വന്നു നിന്നു. അവർ എത്തി. ബന്ധുക്കൾ ഓരോരുത്തരും തിരക്കിലായി. ചെക്കൻ്റെ ഉമ്മ, വാപ്പ, നാത്തൂൻ, അമ്മാവന്മാർ. അവസാനമായി കാറിൽ നിന്ന് ഇറങ്ങി ഷാമിൽ. വെളുത്ത ഷർട്ടും കറുത്ത പാൻറ്റും, മുഖത്ത് ഗൗരവം. എല്ലാവരും അവനെ നോക്കി ചിരിച്ചെങ്കിലും അവൻ വെറുതെ ഒരു പുഞ്ചിരി മാത്രം സമ്മാനിച്ചു. റിഫ, ചായ എടുത്തോ? ഉമ്മ പതുക്കെ പറഞ്ഞു. ട്രേ കയ്യിലെടുത്തപ്പോൾ റിഫയുടെ കൈകൾ വിറച്ചു. ഓരോ ചുവടും ഭാരമായി തോന്നി. ഹാളിലേക്ക് കയറിയപ്പോൾ അവൾ തല താഴ്ത്തി. ഓരോരുത്തർക്കും ചായ നൽകി. അവസാനമാണ് ഷാമിലിൻ്റെ മുന്നിലെത്തിയത്. അവൻ ഒരു നിമിഷം റിഫയെ നോക്കി, പിന്നെ നോട്ടം മാറ്റി. ആ നോട്ടത്തിൽ സന്തോഷമില്ലായിരുന്നു, ആകാംക്ഷയില്ലായിരുന്നു. റിഫയുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഭയം പിറന്നു. ഇയാൾക്കും ഈ വിവാഹം ഇഷ്ടമല്ലേ? അതേസമയം ഗ്രാമത്തിൻ്റെ മറുവശത്ത് നിഹാൽ തൻ്റെ ബൈക്കിൽ പതിയെ ആ റോഡിലൂടെ വന്നു. റിഫയുടെ വീട്ടിലേക്ക് നേരെ പോകാൻ അവന് ധൈര്യമുണ്ടായില്ല. കുറച്ച് ദൂരെയുള്ള ഒരു വലിയ മാവിൻ്റെ ചുവട്ടിലേക്ക് ബൈക്ക് നിർത്തി. അവിടെ നിന്ന് റിഫയുടെ വീട്ടിലേക്ക് നോക്കി. മുറ്റത്ത് നിർത്തിയിട്ട കാറുകൾ, വരാന്തയിലെ തിരക്ക്, അകത്തും പുറത്തും ഓടി നടക്കുന്ന ആളുകൾ. ഇതെല്ലാം കണ്ടപ്പോൾ അവൻ്റെ നെഞ്ച് വേദനിച്ചു.
അപ്പോൾ ഇന്ന് പെണ്ണു കാണലാണല്ലോ, അവൻ മനസ്സിൽ പറഞ്ഞു. അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. കുറച്ചു നേരം അങ്ങനെ തന്നെ നോക്കി നിന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസം വിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പോകാൻ തുടങ്ങുമ്പോൾ വീടിൻ്റെ ജനലിൻ്റെ കർട്ടൻ ഒന്ന് മാറി. അവിടെ നിൽക്കുന്ന റിഫയെ അവൻ ഒരു നിമിഷം കണ്ടു. റിഫയും ദൂരേക്ക് നോക്കി. പക്ഷേ അത് നിഹാലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല. ഒരു നിമിഷം നിഹാൽ മനസ്സിൽ പറഞ്ഞു, റിഫ, ഇത് ഞാൻ നിന്നെ അവസാനമായി കാണുന്ന ചിലപ്പോൾ ദിവസമായിരിക്കും. ബൈക്ക് പതിയെ മുന്നോട്ട് നീങ്ങി. റിഫയുടെ ജീവിതവും മറ്റൊരു വഴിയിലേക്ക് നീങ്ങി തുടങ്ങി. അങ്ങനെ വിവാഹം ഉറപ്പിച്ചു. പെണ്ണു കാണൽ കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാർ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. മുറ്റത്ത് നിന്നിരുന്ന കാറുകൾ ഓരോന്നായി ഗേറ്റിന് പുറത്തേക്ക് നീങ്ങി. അവരെ യാത്രയാക്കിയ ബഷീറിൻ്റെ മുഖം സംതൃപ്തി കൊണ്ട് നിറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, നല്ല കുടുംബമാണ്. അകത്തേക്ക് കയറിയ ഉടനെ അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈ ബന്ധം നമുക്ക് ഇഷ്ടമായി. ഇനി ബാക്കി കാര്യങ്ങൾ വേഗം തീർക്കാം. ആ വാക്ക് കേട്ട റിഫയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവൾ ഉപ്പയെ നോക്കി. ഉപ്പ, എനിക്ക്. അവൾ വീണ്ടും എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ ബഷീർ കൈ ഉയർത്തിത്തടഞ്ഞു. ഇനി ഈ കാര്യത്തിൽ ഒരു വാക്ക് പോലും വേണ്ട. അടുത്ത മാസം നിക്കാഹ്. റിഫയുടെ ചുണ്ടുകൾ വിറച്ചു. അവൾ ഉമ്മയെ നോക്കി. സുബൈദയുടെ കണ്ണുകളിലും നിസ്സഹായത മാത്രമായിരുന്നു. ആ രാത്രിയിൽ റിഫ ഭക്ഷണം പോലും കഴിച്ചില്ല. ജനലിനരികിൽ ഇരുന്നു കൊണ്ട് ആകാശത്തിലേക്ക് നോക്കുകയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ എളുപ്പത്തിൽ അവസാനിക്കുമോ എന്ന് അവൾ സ്വയം ചോദിച്ചു. അടുത്ത ദിവസം രാവിലെ ബഷീറിൻ്റെ ഫോൺ തുടർച്ചയായി മുഴങ്ങുകയായിരുന്നു. ബന്ധുക്കളെ വിളിക്കൽ, ഹാൾ ബുക്ക് ചെയ്യൽ, കാറ്ററിംഗ്, മഹർ, സ്വർണം, വസ്ത്രങ്ങൾ, വീട്ടിലാകെ കല്യാണത്തിൻ്റെ സംസാരങ്ങൾ മാത്രം. പക്ഷേ റിഫയുടെ മുറിയിൽ നിശബ്ദതയായിരുന്നു. അതേസമയം ഷാമിലിൻ്റെ വീട്ടിൽ ഷാമിൽ മുറ്റത്തെ കസേരയിൽ മിണ്ടാതെ ഇരിക്കുന്നു. അവൻ്റെ ഉമ്മ സൈനബ അടുത്തു വന്ന് ചോദിച്ചു, എന്താ മോനെ, എന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ്, ഒന്നുമില്ല. കല്യാണം ഉറപ്പിച്ചതിൽ സന്തോഷമില്ലല്ലോ? ഷാമിൽ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ചിരി പൂർണ്ണമായിരുന്നില്ല. ഉമ്മ പറഞ്ഞതല്ലേ, ഞാൻ സമ്മതിച്ചു. സൈനബ മകൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം നോക്കി. മനസ്സിൽ എന്തോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ കൂടുതൽ ഒന്നും ചോദിച്ചില്ല. അന്ന് വൈകുന്നേരം നിഹാൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ചായക്കടയിൽ ചിലർ സംസാരിക്കുന്നത് കേട്ടു. ബഷീറിൻ്റെ മോളുടെ കല്യാണം അടുത്ത മാസം ആണത്രേ. ചെക്കൻ ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളാണത്രേ. ആ വാക്കുകൾ നിഹാലിൻ്റെ ഹൃദയത്തിൽ വീണ്ടും മുറിവേൽപ്പിച്ചു. അവൻ പതിയെ ചായക്കടയിൽ നിന്നിറങ്ങി. ഗ്രാമത്തിലെ പള്ളിയുടെ മുറ്റത്ത് പോയിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ദീർഘനേരം ദുആ ചെയ്തു. യാ അല്ലാ, എനിക്ക് കിട്ടാത്തത് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അവൾക്ക് നല്ലൊരു ജീവിതം മാത്രം നൽകണമേ. അവൻ കണ്ണു നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. കല്യാണത്തിന് ഇനി ഒരാഴ്ച മാത്രം. വീട്ടിൽ പുതിയ വസ്ത്രങ്ങൾ എത്തി. സ്വർണ്ണക്കടയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങാനുള്ള ദിവസം തീരുമാനിച്ചു. ബന്ധുക്കൾ വരാൻ തുടങ്ങി. റിഫയുടെ അനിയത്തി റിൻഷ സന്തോഷത്തോടെ പറഞ്ഞു, ഇത്താത്ത, ഇത്താത്ത, ഇനി നീ വധുവാകാനല്ലേ പോകുന്നത്? റിഫ വെറുതെ ഒന്ന് ചിരിച്ചു. ആ ചിരിക്ക് പിന്നിൽ എത്ര സങ്കടമുണ്ടെന്ന് ആരും കണ്ടില്ല. റിഫയുടെ ജീവിതം ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കേൾക്കാം.